കലോത്സവ വേദിയിൽ കാണാൻ കൗതുകമുള്ള ചില കാഴ്ചകളുമുണ്ട്. കൗതുകം മാത്രമല്ല, കലോത്സവ വേദിയിലെത്തുന്ന ആളുകളിലേക്ക് ഒരു സന്ദേശം കൂടിയാണ് ഇവ പകർന്നു നൽകുന്നത്. കലോത്സവമാണ്, കലകളുടെ ഉത്സവമാണ്. എന്നാൽ ഈ കലോത്സവത്തിലും ചില കൗതുകമുള്ള കാഴ്ചകളുണ്ട്. നമുക്കൊന്ന് കണ്ടാലോ? കൗതുകമുള്ള കാഴ്ച എനിക്ക് കൂടി കാണിച്ചു തരൂ. ഞങ്ങൾക്കെല്ലാം കൗതുകമുള്ള കാഴ്ചന് വിനയ ആണോ? കൊള്ളാവോ? ഇയാളുടെ പേരെന്താ? കിറ്റി. അത്ര കൊള്ളില്ല എന്ന് തോന്നുന്നുണ്ടോ? ഇടക്കിടക്ക് കണ്ണാടി നോക്കിയാൽ മതി, അപ്പൊ മനസ്സിലാവല്ലേ. ഞാൻ പേരിന്റെ കാര്യല്ലേ പറഞ്ഞേ? എന്റെ പേര് വിനോദ് നർനാട്. ആരും ചോദിച്ചില്ലല്ലോ. ഇവിടെ ചോദിച്ചില്ലെങ്കിൽ പറയണ്ടേ, അതല്ലേ മര്യാദ. ആണോ? എനിക്ക് മര്യാദ ഉണ്ടോ? കുറച്ചുണ്ടായിരുന്നു. ഇത് ഏതാ ചാനൽ എന്നറിയോ? കേരള വിഷൻ അല്ലേ? കണ്ടിട്ടുണ്ടോ കേരള വിഷൻ? പിന്നെ എനിക്കിഷ്ടമുള്ള ചാനലാ. പണ്ട് ഞാൻ അതിൽ വന്നിട്ടുണ്ട്. പണ്ട് ഞാൻ വന്നിട്ടുണ്ടോ? ഇന്ന് പറഞ്ഞു കൊടുക്ക്. പിന്നെ ശുചിത്വ ബോധവൽക്കരണം, ശുചിത്വ മിഷന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് അല്ലേ? എന്ന് വെച്ചാല് ഇവിടെ ഒരു പ്രധാന പരിപാടി പ്ലാസ്റ്റിക് അറസ്റ്റ് എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ട്. അത് കണ്ടിരുന്നോ? കണ്ടില്ലായിരുന്നു. ഒന്ന് പറഞ്ഞു തരാവോ? 500ഓളം കുട്ടികൾ വളണ്ടിയർമാരായിട്ടുണ്ട്. അവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ പ്ലാസ്റ്റിക്കിന്റെ കുപ്പിയിൽ വെള്ളവുമായിട്ട് അകത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഉടനെ അവര് അതിലൊരു സ്റ്റിക്കർ ഒട്ടിച്ചു കൊടുക്കും. മനസ്സിലായോ? മനസ്സിലായി. 10 രൂപ മേടിക്കും. എന്നിട്ട് ആ സ്റ്റിക്കറോട് കൂടി കാലിക്കുപ്പി തിരിച്ചു കൊടുക്കുമ്പോ ആ 10 രൂപ തിരിച്ചു കൊടുക്കും. മനസ്സിലായോ? മനസ്സിലായി. പറഞ്ഞു കൊടുത്തേ. വലിച്ചെറിയാതിരിക്കാനാണല്ലേ? പിന്നെ ഈ 1-ാം തീയതി മുതൽ 7-ാം തീയതി വരെ, അതായത് ഈ പുതുവർഷത്തിൽ 1-ാം തീയതി മുതൽ 7-ാം തീയതി വരെ അല്ലേ പുതിയ ശീലം തുടങ്ങണം അല്ലേ? ഇതുവരെ ഉണ്ടായിരുന്ന പല നല്ല ശീലങ്ങളും അല്ലേ? ഓക്കെ. കുട്ടി കള്ളൂടി നിർത്തിയാണ്. ഞാൻ കള്ളു കുടിക്കാറില്ല. കിച്ചു കുടിക്കാറുണ്ടോ? തുടങ്ങിയിട്ട് നിർത്തിയാ മതി. ഇവൻ പാരാട്ടോ. അതല്ല, വലിച്ചെറിയുന്ന ശീലമുണ്ട് നമ്മുടെ ആളുകൾക്ക് അല്ലേ? ആ ശീലം നിർത്തണം. വലിച്ചെറിയുന്ന ശീലം വലിച്ചെറിയൽ വിരുദ്ധ വാരമായിട്ട് ആഘോഷിക്കുന്നു. മനസ്സിലായി. പിന്നെ പ്ലാസ്റ്റിക് കത്തിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും പ്ലാസ്റ്റിക് കത്തിച്ചിട്ടുണ്ടോ? കത്തിച്ചിട്ടൊക്കെ ഉണ്ട്. ഇല്ലാതെ കണ്ട്. ഒരിക്കലെങ്കിലും പ്ലാസ്റ്റിക് കത്തിച്ചാണോ അല്ലേ? ഈ കത്തിച്ച പ്ലാസ്റ്റിക്കിന് എന്താ സംഭവിക്കണേന്ന് അറിയാമോ? അറിയില്ല. അതെന്താ കാര്യം? ഈ അറിയും. കിച്ച് പറഞ്ഞതാ, എനിക്കറിയത്തില്ല. ഓക്കെ. നല്ല കുട്ടിയായിട്ട് നിന്നാ ഞാൻ പറഞ്ഞുതരാം. നല്ല കുട്ടിയായിട്ട് നിക്കാവേ. പ്ലാസ്റ്റിക് കത്തിച്ചാൽ ഒരു വിഷവാതകം ഉണ്ടാകും, ഡയോക്സിൻ അല്ലേ? അതുപോലെ തന്നെ നമ്മൾ ചവറ് കത്തിക്കുമ്പോൾ കാർബൺ മോണോക്സൈഡ് ഉണ്ടാകുന്നു അല്ലേ? മനസ്സിലായി. ഇതുപോലെ വിഷവാതങ്ങളെല്ലാം കത്തിച്ചു കഴിയുമ്പോൾ അത് മുകളിലേക്ക് പോയി മുകളിൽ ചെന്ന് അന്തരീക്ഷം തണുത്തു കഴിയുമ്പോൾ ഇത് താഴേക്ക് തന്നെ വരും. മനസ്സിലായി. താഴെ വന്ന് മണ്ണിൽ വന്ന് അലിഞ്ഞു ചേരും. മണ്ണിൽ അലിഞ്ഞു ചേർന്നാൽ പിന്നെ അത് വിഷവാതകമല്ല, അത് രാസവിഷമാണ്. മനസ്സിലായോ? അതിലാണ് നമ്മൾ കൃഷി ചെയ്യുന്നത്. ആ കൃഷി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾ അത് വലിച്ചെടുത്ത് നമ്മൾക്ക് തന്നെ തിന്നാൻ തരും. മനസ്സിലായോ? കത്തിച്ചു കളയുന്നത് നമ്മളെ കൊണ്ട് പ്രകൃതി തീറ്റിക്കും. അതുകൊണ്ട് കത്തിക്കരുത്. അപ്പൊ നമ്മുടെ പ്രേക്ഷകരുടെ അടുത്ത് പറയണ്ടേ ഇങ്ങനെ പ്ലാസ്റ്റിക് കത്തിക്കരുത്? പ്ലാസ്റ്റിക് വലിച്ചെറിയരുത്. പ്ലാസ്റ്റിക് വലിച്ചെറിഞ്ഞാൽ എന്ത് പറ്റും? അത് നിങ്ങൾ തിന്നേണ്ടി വരും. നമ്മൾ തിന്നേണ്ടി വരും. അതെങ്ങനെയാടാ? ഞാൻ പറഞ്ഞു കൊടുക്കാം. ഈ വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് അവിടെ നിന്ന് മഴ പെയ്ത് ഒഴുകി കടലിലെത്തും ഇല്ലേ? കടലിൽ കിടന്ന് അത് വർഷങ്ങൾ കൊണ്ട് പൊടിയാകും. ചെറിയ പൊടിയായി കഴിയുമ്പോൾ കുഞ്ഞു മത്സ്യങ്ങൾ ഭക്ഷണമാണെന്ന് കരുതി അത് കഴിക്കും. മനസ്സിലായോ? അപ്പൊ കുഞ്ഞു മത്സ്യങ്ങളുടെ ശരീരത്തിൽ സെപ്റ്റിക് ആയില്ലേ? ആ സെപ്റ്റിക്കായ കുഞ്ഞു മത്സ്യങ്ങളെ വലിയ മത്സ്യങ്ങൾ കഴിക്കും അല്ലേ? ഈ വലിയ മത്സ്യങ്ങളെ ആര് കഴിക്കും? കണ്ടോ? വലിച്ചെറിഞ്ഞാൽ പ്രകൃതി നമ്മളെ കൊണ്ട് തീറ്റിച്ചത് കണ്ടോ? പ്രതികാരം ചെയ്യാതെ പ്രകൃതി പോയിട്ടില്ല ഒരിക്കലും. മനസ്സിലായി. ഇതാണ് ശുചിത്വ മിഷന്റെ സന്ദേശം. വലിച്ചെറിയരുത്, കത്തിച്ചു കളയരുത് അല്ലേ? കുഴിച്ചിടരുത്. പ്ലാസ്റ്റിക് കഴുകി വൃത്തിയാക്കി ഹരിതകർമ്മ സേനയെ ഏൽപ്പിക്കുക. പിന്നെ തലയും കുത്തിക്കണം. പിന്നെ സർവീസ് ചാർജ് കൂടി കൊടുക്കണം. സർവീസ് ചാർജ് കൂടി കൊടുക്കണം കേട്ടോ. ഓക്കെ. പിന്നെ കണ്ടോ? എന്താ? അവിടെ ബയോബിൻ ഉണ്ട്. 3 തട്ടായിട്ടുള്ള ഒരു തട്ടാണ് കേട്ടോ. നമ്മുടെ വീട്ടില് നമ്മുടെ ഓർഗാനിക് വേസ്റ്റ് പലതും ഉണ്ടല്ലോ അല്ലേ? അതെല്ലാം നമുക്ക് അതിൽ നിന്നും വളമാക്കി മാറ്റാം. മനസ്സിലായി. 90% വരെ സബ്സിഡി ഉണ്ട്. 90% വരെ സബ്സിഡി ഉണ്ട്. ഏത് പഞ്ചായത്തിലോ താമസിക്കുന്നേ? നമ്മള് കരിമ്പ. അവിടെ മെമ്പറോട് പറഞ്ഞാൽ മതി. പഞ്ചായത്തിൽ വിഇഒ ഉണ്ട് കേട്ടേ. അദ്ദേഹത്തിനോട് പറഞ്ഞ് എഴുതി കൊടുത്താൽ നിങ്ങൾക്കിത് വീട്ടിൽ കിട്ടും. മനസ്സിലായോ? മനസ്സിലായി. അന്നൊരു ആശംസ പറഞ്ഞേക്ക്. അറിയണോ?
അതിനു മുമ്പ് കിച്ചിയോട് ഒരു ചോദ്യമുണ്ട്. ചോദിക്കൂ. കിച്ചി പെർഫോമൻസ് ഒക്കെ കണ്ടായിരുന്നോ? ആ കണ്ട്. ഏതാ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടെ? അയ്യോ ഞാൻ മോഹിനിയാട്ടം, മോഹിനിയാട്ടം, പിന്നെ ഗ്രൂപ്പ് ഡാൻസ്, ഗ്രൂപ്പ് ഡാൻസ് പറഞ്ഞ സംഘനൃത്തം. സംഘനൃത്തം. ആ പിന്നെ ഒക്കെ നടന്നോണ്ടിരിക്കുന്നു. ഇവിടെ ഒപ്പന ഇപ്പം നടന്നോണ്ടിരിക്കുന്നു. മൊഞ്ചത്തിമാരെ കണ്ടായിരുന്നോ? ആ പിന്നെ അടിപൊളിയാണ്. ആരെങ്കിലും ഇഷ്ടായോ? പിന്നെ ഒരുപാട് എല്ലാ കുട്ടികളും നന്നായിട്ട് ചെയ്യുന്നു. എല്ലാ കുട്ടികളും നന്നായിട്ട് ചെയ്യുന്നു ഇല്ലേ? ആ ഏതാണ് നല്ലതെന്ന് ഞങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. അതിന് ജഡ്ജസ് തീരുമാനിച്ചോളൂ അല്ലേ? എന്നാ കിച്ചി ഒരു പാട്ട് പാടാവോ? ആ പാട്ട് പാടാം. പക്ഷെ ഇയാൾ എന്റെ കൂടെ പാടുവോ? ഞാൻ പാടാം. ഏത് പാട്ടാ പാടാം നമുക്ക്? ആ പാട്ട് ആ പാട്ട് എനിക്ക് അറിയത്തില്ലല്ലോ. ഇല്ല. കുട്ടിക്ക് അറിയാവുന്ന പാട്ട് ഏതാ? കുട്ടിക്ക് അറിയാവുന്ന പാട്ട് ഏതാ? എനിക്ക് അങ്ങനെ, ഞാൻ പാട്ടുകാരിയല്ല. കിറ്റ് പാടിയാ മതി. ഞാനും പാട്ടുകാരനല്ല. കിറ്റ് പാടിയാ മതി, ഞാൻ കൂടെ പാടിക്കോളാം. കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ. എപ്പോഴും കിറ്റി ഈ കാക്കയുടെ പാട്ട് തന്നെ പാടുന്നു. അതിന് കാരണമുണ്ട്. അതിന് കാരണമുണ്ടല്ലേ? എന്താ കാരണം? എന്താ? നമ്മൾ കോടികൾ മുടക്കിയാൽ നടക്കാത്ത ശുചിത്വ പരിപാടി. നമ്മൾ കോടികൾ മുടക്കിയാൽ നടക്കാത്ത ശുചിത്വ പരിപാടി നമ്മൾക്ക് വേണ്ടി വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാക്കയാണ്. പരിസരത്തുള്ള വേസ്റ്റ് എല്ലാം കൊത്തി തിന്ന് വൃത്തിയാക്കൂലേ? മനസ്സിലായോ? മനസ്സിലായി. നമ്മുടെ ചാനലിലോട്ട് ഇനി വരുമല്ലോ അല്ലേ? വിളിച്ചു വരാം അല്ലേ? നമ്മളെ കാണുമല്ലോ അല്ലേ? പിന്നെ ക്യാമറമാൻ ജിഷ്ണുവിനൊപ്പം വിനയരാജ്, കേരള വിഷൻ ന്യൂസ്.